ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരി സഹോദരങ്ങളെ, ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഈ രാത്രി പ്രാർത്ഥനയിലേക്ക് നാം പ്രവേശിക്കുന്ന ഈ സമയം, നമ്മെ അലട്ടുന്ന ഭയവും മനസ്സിൻ്റെ വിഷമങ്ങൾ ഓരോന്നും കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്ത് ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ ആശ്വസിപ്പിക്കാനും നിങ്ങളെ അനന്തമായി സ്നേഹിക്കാനും കരുണ കാണിക്കാനും ഈ രാത്രിയിൽ നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ എല്ലാ വിഷമങ്ങളെയും കർത്താവ് അറിയുന്നു. അവിടുന്ന് നമ്മുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒപ്പിയെടുക്കുന്ന ദൈവമാണ്. അവിടുന്ന് നമ്മുടെ കണ്ണുനീർ കുപ്പിയിൽ ശേഖരിച്ചു അത്രമാത്രം നമ്മെ സ്നേഹിക്കുന്ന അനന്ത കാരുണ്യവാനായ കർത്താവിൻ്റെ സന്നിധിയിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ വേദന, മനസ്സിൻ്റെ വിഷമങ്ങൾ, ശരീരത്തിൻ്റെ രോഗങ്ങൾ എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. നമ്മെ തന്നെ പൂർണ്ണമായി കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ദൈവമക്കളായ നാം ഓരോരുത്തരും ഈ രാത്രിയിൽ നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിൽ പിടിച്ച് രാത്രി ഉറങ്ങാൻ പോകുന്നു. ഈ രാത്രി അവിടുന്ന് നമ്മെ സമാധാനവും സന്തോഷവും സ്നേഹവും കൊണ്ട് നിറയ്ക്കുന്നു. കർത്താവിൽ ഒന്നും ഭയപ്പെടാനില്ല, നിങ്ങൾക്ക് ഒന്നും ഭയപ്പെടാനില്ല. എന്തെന്നാൽ കർത്താവിൻ്റെ അനന്തമായ സ്നേഹം സകല ഭയത്തിൽ നിന്നും നമ്മെ വിടുവിക്കുന്ന രാത്രിയാണ്. ഈ രാത്രിയിൽ നമ്മെ തന്നെ കർത്താവിന് നൽകി എല്ലാത്തിനും നന്ദി പറഞ്ഞ് ഈ രാത്രിയിൽ നമുക്ക് ഉറങ്ങാൻ കിടക്കാം. നമ്മെ വേദനിപ്പിക്കുന്ന ഓരോ പ്രശ്നങ്ങളെ ഓർത്ത്, കർത്താവെ, ഈ പ്രശ്നങ്ങളെ ഓർത്ത്, ഈ വിഷമങ്ങളെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥന തീരുമ്പോൾ നിങ്ങളുടെ സകല വിഷമങ്ങളും കർത്താവ് എടുത്തു മാറ്റിയിരിക്കും. വിശ്വാസത്തോടെ നാളത്തെ ആവശ്യങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു. ഏറ്റവും കാരുണ്യവാനും സ്നേഹവാനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ മക്കളായ ഞങ്ങൾ ഓരോരുത്തരും ഇന്ന് മനസ്സിന് ദുഃഖവും ഭയവും വേദനയിലും വിഷമത്തിലും ജീവിക്കുന്നു. കർത്താവേ, അങ്ങ് സകല സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സംതൃപ്തിയുടെയും ഉറവിടമായ ദൈവമാണ്. കർത്താവേ, അങ്ങയുടെ മക്കളാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ സന്തോഷത്തിൻ്റെ പൂർണ്ണതയാൽ ഈ രാത്രിയിൽ നിറയ്ക്കണമേ. അങ്ങയുടെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയാൽ, അങ്ങയുടെ ആനന്ദത്തിൻ്റെ പൂർണ്ണതയാൽ, അങ്ങയുടെ സമാധാനത്തിൻ്റെ പൂർണ്ണതയാൽ ഈ രാത്രിയിൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ. ഞങ്ങളുടെ മനസ്സിനെ സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ ശരീരത്തെ സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാ ഭയവും എടുത്തു മാറ്റി കർത്താവേ, നിന്റെ സ്നേഹം നിറച്ച് നിന്നിൽ ആശ്രയിക്കുന്നതിൻ്റെ നന്മ അനുഭവിച്ച് ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ, എൻ്റെ കർത്താവേ, മക്കളായ ഞങ്ങൾ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹ വാത്സല്യങ്ങൾ അനുഭവിച്ചുറങ്ങാൻ ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ അനന്തമായ സ്നേഹവും സമാധാനവും സന്തോഷവും ആനന്ദവും ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കണമേ. അനാവശ്യമായ ദുഃഖം ഈ സമയം തന്നെ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എന്നേക്കുമായി വിട്ടുപോകട്ടെ. അനാവശ്യമായ ഭയം, ദുഃഖം, വിഷമം, വേദന, നിരാശ എല്ലാം ഈ സമയം യേശുനാമത്തിൽ വിട്ടുപോകട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നു. എന്നെ കേൾക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിന്ന് ഭയവും വേദനയും വിഷമങ്ങളും സങ്കടങ്ങളും
നിരാശയും യേശുനാമത്തിൽ ഈ സമയം വിട്ടുപോകട്ടെ. കർത്താവിൻ്റെ സ്നേഹവും കരുണയും സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഈ സമയം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ, മനസ്സിൽ നിറയട്ടെ. കർത്താവിൻ്റെ സൗഖ്യം നമ്മുടെ ശരീരത്തിന് ഇപ്പോൾ തന്നെ ലഭിക്കട്ടെ. എല്ലാ വിഷമങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ കർത്താവ് നമ്മെ സുഖപ്പെടുത്തുന്നു. എല്ലാ ഭയത്തിൽ നിന്നും ഈ രാത്രിയിൽ കർത്താവിൻ്റെ സ്നേഹം നമ്മെ സുഖപ്പെടുത്തുന്നു. കർത്താവെ, ഈ രാത്രിയിൽ രോഗാവസ്ഥയിലായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ബ്ലഡ് ക്യാൻസറുള്ള തോമസ് എന്ന ഒരു മകന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശരീരമാസകലം രോഗമുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഫ്രാൻസിസ് ചാക്കോ എന്ന ഒരു മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. രാജീവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രജനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, മറിയാമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ടെൽമായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിജയകുമാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രവീണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രദീപിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുരേന്ദ്രന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ മക്കളോടും നീ കരുണയായിരിക്കണമേ. ഈശോയെ, ഈ രാത്രിയിൽ നിന്റെ അത്ഭുത സൗഖ്യം ഞങ്ങളുടെ മനസ്സിനും ഹൃദയത്തിനും ആത്മാവിനും ശരീരത്തിനും നൽകി സ്വസ്ഥമായി നല്ലൊരു ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ. എല്ലാ വിഷമങ്ങളും മറന്ന് ദുഃഖമകറ്റി സന്തോഷത്തോടെ കിടന്നുറങ്ങാൻ ഈ രാത്രിയിൽ നിന്റെ സൗഖ്യദായകമായ കരം വെച്ച് ഞങ്ങളെ സുഖപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുറവുകൾ, ബലഹീനതകളെല്ലാം ഈ രാത്രിയിൽ നീ ക്ഷമിച്ച് പാപങ്ങൾ പുറത്ത് നിത്യജീവന്റെ ഉറവിടമായ ദൈവമേ, നിന്റെ പുതിയ ജീവൻ ഞങ്ങൾക്ക് നൽകി, പുതിയ പ്രകാശം നൽകി, പുതിയ സ്നേഹം നൽകി, പുതിയ ആനന്ദം നൽകി, സന്തോഷം നൽകി ഈ രാത്രിയിൽ ഒരു പുതുമയുള്ളവരാക്കി ഞങ്ങളെ മാറ്റി സകല വേദനിപ്പിക്കുന്ന കഴിഞ്ഞ കാലത്തെ എല്ലാ അനുഭവങ്ങളെയും കർത്താവിന് നൽകി ഒരു പുതിയ ജീവിതം തുടങ്ങാൻ എൻ്റെ കർത്താവേ, വഴിയും സത്യവും ജീവനുമായ എൻ്റെ യേശുവേ, അങ്ങയിൽ ഞങ്ങൾ പൂർണ്ണമായി ആശ്രയിക്കുന്നു. ഞങ്ങൾക്ക് ഒരു പുതിയ വഴി നീ കാണിച്ചു തരണമേ. നിന്റെ വഴി നീ കാണിച്ചു തന്ന് ഞങ്ങളെ കൈപിടിച്ച് നീ മുന്നോട്ട് നയിക്കണമേ. കർത്താവേ, നിന്റെ ജീവന്റെ പൂർണ്ണതയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. നിന്റെ വഴിയെ നടക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ സത്യത്തിൽ നടക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ സത്യത്തിൻ്റെ ആത്മാവാൽ ഞങ്ങളെ ഈ രാത്രിയിൽ നിറയ്ക്കണമേ. കർത്താവേ, ഈ ലോകത്തിലെ സകല നുണകളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. തെറ്റായ ബോധ്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ ശരിയായ മാർഗത്തിലൂടെ, നിന്റെ സത്യത്തിൻ്റെ പാതയിലൂടെ നയിക്കാൻ ഇന്നുമെന്നും നീ ഞങ്ങളോട് കൂടെ ഉണ്ടാകണമേ. ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിച്ച് കർത്താവേ, പിതാവായ ദൈവത്തിൽ മക്കളുടെ വേദനയെല്ലാം സമർപ്പിച്ച് ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നു. നല്ലൊരു ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു. പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. നല്ലതുപോലെ പഠിക്കാനുള്ള കൃപ കൊടുക്കണമേ. കർത്താവേ, എല്ലാ മേഖലയിലും ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം മുഴുവൻ നീ ഞങ്ങളെ വഴി നടത്തിയതിനെ ഓർത്ത് നന്ദി പറയുകയും ചെയ്യുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം അമ്മ പ്രാർത്ഥിക്കണമേ. ദൈവത്തിൻ്റെ സന്തോഷവും സ്നേഹവും സമാധാനവും നിറഞ്ഞ് നല്ലൊരുറക്കം ഈ രാത്രിയിൽ ലഭിക്കാൻ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ വേദനയും വിഷമവും ഭയവും നീക്കി നിരാശ മാറ്റി അവിടുത്തെ അനന്തമായ സ്നേഹവും കാരുണ്യവും സന്തോഷവും ആനന്ദവും സമാധാനവും നിറച്ച് നല്ല ഒരു ഉറക്കം ഈ രാത്രിയിൽ കർത്താവ് നിങ്ങൾക്ക് നൽകട്ടെ. നാളത്തെ പ്രഭാതം കാണാൻ, നാളെ ഐശ്വര്യമുള്ള ഒരു ദിവസം കൂടി ജീവിക്കാൻ കർത്താവ് നമുക്ക് ജീവനും ആയുസ്സും ആരോഗ്യവും നൽകി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ഗോഡ് ബ്ലെസ് യു.